രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖനകർത്താവ്, ഇത് പൗലോസാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിൻ്റെ ചില കാരണങ്ങളിലേക്കും കൂടെ നമുക്ക് വരാം. പൗലോസ് പറയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന് പറയാം. പൗലോസ് എപ്പോഴും അങ്ങനെ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. എല്ലാ ലേഖനങ്ങളിലും തന്നെയുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു തരാമെന്നല്ല പൗലോസ് പറയുന്നത്. ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. പുതിയ നിയമത്തിനൊരു മധ്യസ്ഥനുള്ളത് യേശുക്രിസ്തുവാണ്. പൗലോസ് നിസ്സഹായനായ ഒരു സഹോദരനായിട്ടാണ് എപ്പോഴും കാണപ്പെടുന്നത്. പൗലോസ് പറയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു നല്ല മനസ്സാക്ഷി ആവശ്യമാണ്. ആ നല്ല മനസ്സാക്ഷി ഉണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം എല്ലാറ്റിലും ഞങ്ങൾ നല്ലതായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഒരിടത്തും ജഡം വരാതെ, ഒരിടത്തും ജഡത്തിൻ്റെ പ്രവൃത്തികൾ വരാതെ, എല്ലായിടത്തും ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്ന ആ നന്മ തിന്മകളെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ വേർതിരിച്ചറിഞ്ഞ് നല്ലതായി എല്ലായിടത്തും ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടൊരു നല്ല മനസ്സാക്ഷി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ഒരു നല്ല മനസ്സാക്ഷിയിൽ ജീവിക്കാൻ വേണ്ടി. നമുക്കറിയാം, സ്നാനത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം പത്രോസിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെയാണ്, അത് നല്ല മനസ്സാക്ഷിക്ക് വേണ്ടിയുള്ളൊരു അപേക്ഷയാണ് എന്നാണ്. അപ്പോൾ ഈ നല്ല മനസ്സാക്ഷി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ലൈഫിൽ വളരെ പ്രധാനമാണ്. എന്താണ് ഈ നല്ല മനസ്സാക്ഷി? ദുർമനസാക്ഷി എന്നുള്ള വാക്ക് നമ്മൾ ഈ എബ്രായ ലേഖനത്തിൽ തന്നെയാണ് പഠിച്ചത്. ദുർമനസാക്ഷി, നല്ല മനസ്സാക്ഷി. നമുക്ക് ഇടയ്ക്ക് ഒരു വെറും മനസ്സാക്ഷി എന്ന് വേണമെങ്കിലും ഒരു മൂന്നാമതൊരു ഐറ്റത്തെയും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നല്ല മനസ്സാക്ഷി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ആത്മാവിനാൽ നിയന്ത്രിതമായ ഒരു മനസ്സിൻ്റെ സാക്ഷിയാണ്. മനസ്സൊരു വിറ്റ്നസ്സായി വരികയാണ്. അതായത് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന മനസ്സ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും വാച്ച് ചെയ്യുകയും ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു പെർസ്പെക്റ്റീവ്, ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവ്, ഒരു ആത്മീകമായ കാഴ്ചപ്പാട് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതായത് ഞാനൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന എൻ്റെ മനസ്സാക്ഷി ആ പ്രവർത്തനത്തെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് എന്തുമാത്രം വിശ്വാസത്താൽ ചെയ്തതാണ്? ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണോ? ജീവനുള്ള പ്രവൃത്തിയാണോ? അതോ എൻ്റെ സ്വയനീതിയാണോ? ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന, അത് വെളിപ്പെടുത്തുന്ന ഒരു നല്ല മനസ്സാക്ഷി നമുക്കുണ്ടാകണം. മനസ്സിൻ്റെ വിറ്റ്നസ് എന്നാണ് മനസ്സാക്ഷി എന്നുള്ളതിൻ്റെ യഥാർത്ഥ അർത്ഥം. ഇംഗ്ലീഷിൽ കോൺഷ്യൻസ് എന്നാണ് പറയുന്നത്. മനസ്സിൻ്റെ സാക്ഷി. നമ്മുടെ മനസ്സ് ഒരു നല്ല സാക്ഷിയായി മാറുകയാണ്. എന്ത് നല്ല സാക്ഷിയാണ്? ക്രിസ്തുവിൻ്റെ നല്ല സാക്ഷിയായി. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ എൻ്റെ മനസ്സ് എന്നോടൊരു നല്ല സാക്ഷിയായി എന്നോട് സംസാരിക്കണം. എൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണോ? എന്നെ വളർത്തുക എന്നുള്ളത്, ശുശ്രൂഷ വളർത്തുക എന്നുള്ളതാണോ? അതോ ക്രിസ്തുവിൻ്റെ വേല തികയ്ക്കാൻ വേണ്ടിയുള്ളതാണോ? അപ്പോൾ നിങ്ങളോടുള്ള സ്നേഹമാണോ? ഇതെല്ലാം എനിക്ക് വെളിപ്പെടുത്തി തരുന്നത് നല്ല മനസ്സാക്ഷിയാണ്. ഈ നല്ല മനസ്സാക്ഷി ഉണ്ടെങ്കിൽ, അത് ആത്മാവിനാൽ നിയന്ത്രിതമായ നല്ല മനസ്സാക്ഷി നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും സഭാബന്ധങ്ങളിലും നമ്മുടെ സമൂഹ ബന്ധങ്ങളിലും എല്ലാം നമുക്കുണ്ടാകണം. ഒരു എക്സാമ്പിൾ, പ്രായോഗികമായ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളുടെ കടയിൽ പോയി സാധനം വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ പണം അയാൾ അപഹരിച്ചു അല്ലെങ്കിൽ കൂടുതൽ പണം തട്ടിയെടുത്തു എന്ന് വിചാരിക്കുക. നിങ്ങൾക്കൊരു നല്ല മനസ്സാക്ഷി ഉണ്ടെങ്കിൽ എന്തായിരിക്കും ചിന്തിക്കുന്നത്? ക്രിസ്തുവിൻ്റെ മനസ്സാക്ഷിയാണത്. ക്രിസ്തുവിൻ്റെ മനസ്സാക്ഷി ആ പണത്തെ അല്ല, ആ എടുത്തുകൊണ്ട് പോയ ആളെയാണ് സ്നേഹിക്കുന്നത്. ആ ഒരു മനസ്സാക്ഷി നമുക്കുണ്ടോ എന്നുള്ളതാണ്. എല്ലാ അർത്ഥത്തിലും നല്ല മനസ്സാക്ഷി ഉള്ളവരാണെങ്കിൽ ആ പോയ പണത്തെക്കുറിച്ചല്ല, ഈ എടുത്ത ആളെക്കുറിച്ചായിരിക്കും വേദന തോന്നുന്നത്. അത് ക്രിസ്തുവിൻ്റെ മനസ്സാക്ഷിയാണ്. ക്രിസ്തുവിൻ്റെ മനസ്സാക്ഷി ഒരിക്കലും വസ്തുക്കളിലേക്കല്ല, വ്യക്തികളിലേക്കാണ് ആ സ്നേഹത്തെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഈ ഒരു നല്ല മനസ്സാക്ഷി ഞങ്ങൾക്ക് ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. ആ നല്ല മനസ്സാക്ഷി എന്തുകൊണ്ടാണ് ഞങ്ങൾക്കത് ഉണ്ടെന്ന് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ ഓരോ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോഴും സകലത്തിലും നല്ലവരായി നടക്കുവാൻ ഞങ്ങളുടെ ഉള്ളിൽ ആഗ്രഹമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസ്സാക്ഷി ഉണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഞാനും നിങ്ങളോട് പറയുന്നത്, നിങ്ങളും ഞങ്ങളെപ്പോലെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ഒരു നല്ല മനസ്സാക്ഷി നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. ആ ക്രിസ്തുവിൻ്റെ മനസ്സാക്ഷിയിലേക്ക് അത് എത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളതും വളരെ പ്രധാനമാണ്. 19-ാം വാക്യം പറയുന്നത്, എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ വീണ്ടും കിട്ടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിശേഷാൽ അപേക്ഷിക്കുന്നു. വീണ്ടും കിട്ടേണ്ടതിനുള്ളതിനേക്കാളും അത് ഇംഗ്ലീഷ് എഴുതിക്കുന്ന റിസ്റ്റോർ ചെയ്യപ്പെടുക എന്നുള്ളതാണ്. വീണ്ടും കിട്ടുക, അത് വീണ്ടും പഴയ സ്ഥാനത്തെത്തുക, യഥാസ്ഥാനത്തെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനർത്ഥം പൗലോസ് ഒരു കാലത്ത് ഇവരുടെ ശുശ്രൂഷിച്ചിരുന്നു. ഇപ്പോൾ ഭയങ്കര പെർസിക്യൂഷൻ നടക്കുന്ന കാലമാണ്. അപ്പോൾ പൗലോസിനും പെർസിക്യൂഷൻ ഉണ്ട്. അത് പൗലോസിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഉള്ളതാണ് എന്ന് പറയാൻ ഒരു കാരണം കൂടെ ഉണ്ട്. ഇത് എബ്രായരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പീഡനത്തെക്കുറിച്ചും പ്രലോഭനത്തെക്കുറിച്ചാണ് എബ്രായ ലേഖനത്തിൽ കൂടുതൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഈ യഹൂദന്മാർ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ആദ്യകാലത്ത് എഴുതപ്പെട്ടത് തന്നെയാണ്, പൗലോസിൻ്റെ കാലത്ത് എഴുതപ്പെട്ടത് തന്നെയാണ് ഇത്. പൗലോസിൻ്റെ കാലം കഴിഞ്ഞ ഉടനെ അത് റോമൻ പെർസിക്യൂഷനായി മാറിയിരുന്നു. അതുവരെയായിരുന്നു യഹൂദ പെർസിക്യൂഷൻ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് യഹൂദന്മാർ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ആദ്യകാല ആ സമയത്താണ് ഈ ലേഖനം എഴുതപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ വീണ്ടും കിട്ടണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിശേഷാൽ അപേക്ഷിക്കുന്നു. ഇവരോട് പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ അടുത്ത് വരണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളും കൂടെ അതൊന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഈ പൗലോസിൻ്റെ ഒരു ക്യാരക്ടറാണത്. ആ കത്തെഴുതുന്നവരോടെല്ലാം പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്, എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്നാണ് ആഗ്രഹം. പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പ്ലീഡ് ചെയ്യാണ്, ദൈവത്തോടൊന്ന് പറ, എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒന്നുകൂടെ വരണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവത്തോട് നിങ്ങൾ പറ, പൗലോസിനെ ഞങ്ങളുടെ അടുത്തോട് ഒന്നുകൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുകയാണ്. സോ വി സി എ ഹെൽപ്ലെസ് പോൾ ദെയർ. പൗലോസ് എപ്പോഴും ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരാൾ, എന്നാൽ ആത്മാവിൻ്റെ ഭയങ്കര അതോറിറ്റി ഉള്ള ഒരാളുമായിരുന്നു. ആത്മീക അധികാരം എന്താണെന്ന് പൗലോസിനെ നോക്കിയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പൗലോസ് ഒരിക്കലും ബലമായി ലോകപരമായ ഒരു അധികാരം സ്ഥാപിക്കുന്നില്ല. എപ്പോഴും ദാസനായി ഇരുന്നുകൊണ്ട് തന്നെ ആ വചനത്തിൻ്റെ വെളിപ്പാടിനാലുള്ള അതോറിറ്റി സ്ഥാപിക്കുന്നത് നമുക്ക് വളരെ അത്ഭുതത്തോടെ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. അത് ഈ ലോകത്തിൽ ഒരു ലീഡർഷിപ്പ് പാറ്റേൺസിനോടും യോജിക്കുന്നതല്ല പൗലോസിൻ്റെ നടപടികളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 20-ാം വാക്യം പറയുകയാണ്, നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ
ആടുകളുടെ ബലിയിടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം. നൗ ദ ഗോഡ് ഓഫ് പീസ് ദാറ്റ് ബ്രോട്ട് അഗെയിൻ ഫ്രം ദ ഡെഡ് our Lord Jesus, that great shepherd of the sheep, through the blood of the everlasting covenant. അതായത് എന്നേക്ക് നിലനിൽക്കുന്ന ഒരു നിത്യ നിയമത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവ്. അപ്പോൾ എങ്ങനെയാണ് യേശു കർത്താവ് ആടുകളുടെ വലിയ ഇടയനായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ ഇതാണ്. നിത്യ നിയമത്താലാണ് അത് സംഭവിച്ചത്. അത് സ്വന്തം രക്തത്താലാണ്, നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും അപ്പം നുറുക്കി പാനപാത്രം എടുത്ത് ആഘോഷിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇത് നിത്യ നിയമത്തിൻ്റെ രക്തം. എറ്റേണൽ കവനൻറ്റ് ബൈ ദ ബ്ലഡ് ഓഫ് ദ കവനൻറ്റ്. നിത്യനിയമം സ്ഥാപിച്ചത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. ആ രക്തം ചിന്തി നമ്മുടെ എല്ലാം വലിയിടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം. അപ്പോൾ യേശുക്രിസ്തുവിനെ പിതാവ് മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ള വിശ്വാസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ എബ്രായ ലേഖനം 5-ാം അധ്യായം വിശദീകരിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്ന് പറയുന്നതാണ് ശരിക്കും ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ അച്ചുതണ്ട്. അതായത് ഈ പിതാവ് യേശുക്രിസ്തുവിനെ ഉയർപ്പിക്കുമ്പോൾ നമ്മളെയും കൂടെയാണ് ഉയർപ്പിച്ചത്. കാരണം നമുക്ക് വേണ്ടിയായിരുന്നു യാഗം. യേശുക്രിസ്തുവിനെ ഉയർപ്പിക്കുമ്പോൾ പിതാവ് പറയുന്നത്, മോനെ, നീ ചെയ്സിന് വേണ്ടി അർപ്പിച്ച യാഗത്തെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. നീ യാഗമായി നിൻ്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ അതിനെ ഉയർപ്പിക്കുന്നതിലൂടെ ഞാൻ സമ്മതിക്കുന്നു. നീ ചെയ്സിന് വേണ്ടി, അതായത് എനിക്ക് വേണ്ടി അർപ്പിച്ച ആ യാഗത്തെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാഗ്ദത്തത്തിൻ്റെ നിറവേറലാണ് ആ പുനരുത്ഥാനം. ആ പുനരുത്ഥാനമാണ് കർത്താവ് നീതിയിൽ തികച്ച് നേടിയെടുത്തത്. ആ പുനരുത്ഥാനത്തിനകത്ത് ഞാനുമുണ്ട്. അപ്പോൾ ആ ഒരു കർത്താവ് അങ്ങനെ നമുക്ക് നിത്യ ഇടയനായി മാറി. ഈ നിത്യ ഇടയനായ കർത്താവ് അവൻ്റെ പുനരുത്ഥാനത്താൽ നമ്മളെ നിത്യമായൊരു വാഗ്ദത്തം നൽകി നമ്മളെ രക്ഷിച്ചു. അപ്പോൾ ഞാൻ രക്ഷപ്പെടുന്നുള്ളതിൻ്റെ എൻ്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു എനിക്ക് വേണ്ടി ഒരു യാഗം കഴിച്ചപ്പോൾ പിതാവ് അവനെ ഉയർപ്പിച്ച് ആ യാഗത്തെ സ്വീകരിച്ചു. അപ്പോൾ എനിക്ക് വേണ്ടി ഒരാൾ യാഗം കഴിച്ചിട്ടുണ്ട്, ആ യാഗം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസമാണ് ഞാൻ നശിച്ചു പോവുകയില്ല എന്നുള്ള എൻ്റെ ഉറപ്പ്. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് യാഗം കഴിച്ചുവെന്നും യാഗം കഴിച്ചു കഴിഞ്ഞപ്പോൾ പിതാവ് അവനെ ഉയർപ്പിച്ചുവെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പിതാവ് നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു യാഗത്തിൻ്റെ ഫലമായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത ക്രിസ്തുവിനെ പിതാവ് ഉയർപ്പിച്ചു. അപ്പോൾ ഞാൻ അതിനകത്ത് കയറി, ഞാൻ ഈ വിശ്വാസത്താൽ ആ നിത്യജീവൻ അവകാശമാക്കി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ വിശ്വാസം ശരിക്കുള്ളതാണ്. അതാണ് ശരിയായ വിശ്വാസം. ടു ബിലീവ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് ഇൻ ഹിസ് റിസറക്ഷൻ. ദൈവം അവനെ ഉയർപ്പിച്ചു, നമുക്ക് വേണ്ടി അവൻ അർപ്പിച്ച യാഗത്തെ പിതാവ് സ്വീകരിച്ചു. ആ ദൈവം, ആ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പാസീവ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു തലത്തിലാണ് ഇവിടെ ഈ എബ്രായ ലേഖനത്തിലെ കമാൻഡ്മെൻറ്റ്സ് തീരുന്നത്. സാധാരണഗതിയിൽ അത് എല്ലാ ലേഖനങ്ങളിലും ആക്റ്റീവ് സാങ്ക്ടിഫിക്കേഷനുള്ള ആഹ്വാനത്തോടുകൂടി, അതായത് നിങ്ങളിത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുള്ള സാങ്ക്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ എബ്രായ ലേഖനം വരുമ്പോഴേക്കും നമുക്കറിയാം, എബ്രായ ലേഖനം വരുമ്പോഴേക്കും ഈ ധർമ്മോപദേശം, അതായത് നിങ്ങൾ മോഷ്ടിക്കരുത്, കള്ളം പറയരുത് എന്നുള്ളതിൻ്റെ തലത്തിൽ നിന്ന് അത് കടന്നുപോയി പരിജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് കടന്നുപോയി. ഇനി മുമ്പോട്ടുള്ള എല്ലാ ലേഖനങ്ങളിലും അങ്ങനെ തന്നെയാണ്. അത് പാസീവ് സാങ്ക്ടിഫിക്കേഷനെ കുറിച്ച് ആ ഒരു തലത്തിലേക്ക്, അതായത് ഒരു ഉന്നതമായൊരു തലത്തിലേക്ക് ഇത് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്താണ് പാസീവ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം ഇതാണ്: അവൻ്റെ ഇഷ്ടം ഞാൻ ചെയ്യണമെങ്കിൽ, അതായത് റോമാലേഖനത്തിൽ അതിന് സൂചനയുണ്ട്. റോമാലേഖനം 7:4 പറയുന്നത് അതാണ്, നാം ദൈവത്തിന് ഫലം കൊടുക്കുമാറ്. ഇപ്പം മനുഷ്യരുടെ ഒരു വ്യവസ്ഥ പോരാ. ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം നമ്മെ എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തണം. ആര് പെടുത്തണം? ദൈവം. തനിക്ക് പ്രസാദമായുള്ളത് യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമ്മളിൽ നിവർത്തിക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവത്തിന് പ്രസാദമുള്ളതിനെ ഒഴിവാക്കാൻ ആർക്കേ കഴിയുള്ളൂ? ദൈവത്തിനേ കഴിയുള്ളൂ. അത് നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിനാലാണ് കഴിയുന്നത്. അപ്പോൾ നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്റ്റീവ് തിങ് ദാറ്റ് ഐ ആം ഡൂയിങ്. അത് നമുക്ക് അങ്ങനെ തോന്നുമായിരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ സമാധാനത്തിൻ്റെ ദൈവം യേശുക്രിസ്തു മുഖാന്തരം നമ്മളിൽ വരുത്തുന്ന രൂപാന്തരമാണ് പിതാവിന് പ്രസാദമുള്ള പ്രവൃത്തികളിലേക്ക് നമ്മളെ നയിക്കുന്നത്. ഇതെത്ര മനോഹരമാണ് എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അതായത് 20-21 വാക്യങ്ങൾ ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ഡോക്ട്രിൻ മുഴുവൻ അതിനകത്തുണ്ട്. അതെങ്ങനെയാണുള്ളത്? പാപികളായ നമ്മെ രക്ഷിക്കാൻ വേണ്ടി ഒരു നിത്യമായ ഉടമ്പടി നമുക്ക് തന്നിട്ട് അവൻ്റെ രക്തം അതിനായി ചിന്തിക്കൊണ്ട് ആടുകളെ അവൻ്റെ ശബ്ദം കേൾപ്പിച്ച് വിളിച്ച് ക്രിസ്തു യേശു ആ മരിച്ചവരിൽ നിന്ന് ക്രിസ്തു യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ആ പാപപരിഹാരയാഗത്തെ പൂർത്തിയാക്കി അതിനെ അംഗീകരിച്ചിട്ട് നമ്മളുമായി സമാധാനമുണ്ടാക്കിയ ദൈവം, നമുക്ക് ദൈവവുമായി സമാധാനം തന്ന ആ യാഗത്തിലൂടെ നമ്മളെ മക്കളാക്കി മാറ്റിയിട്ട് എന്നിട്ട് എന്ത് ചെയ്തു? അവൻ്റെ ഇഷ്ടം ചെയ്യടാ എന്ന് പറയുകയല്ല, അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അത് നടപ്പാക്കുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം നമ്മെ എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ, അവന് എന്നേക്കും മഹത്വം. അപ്പോൾ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്കാണ് മഹത്വം. പക്ഷെ നമ്മളിൽ യേശുക്രിസ്തുവാണ് നിർവഹിക്കുന്നതെങ്കിൽ യേശുക്രിസ്തുവിനാണ് മഹത്വം, ദൈവത്തിനാണ് മഹത്വം. കാരണം ദൈവമാണ് അവൻ്റെ പുത്രനിലൂടെ നമ്മളിൽ അവന് പ്രസാദമുള്ളത് ഉണ്ടാക്കുന്നത്. നമ്മൾ അർപ്പിക്കുന്ന യാഗങ്ങളിൽ
ജീവിതങ്ങൾ ഇംപെർഫെക്റ്റ് ആണ്, നമ്മുടെ അനുസരണം ഇംപെർഫെക്റ്റ് ആണ്, നമ്മുടെ എത്ര കൽപ്പനകൾ അനുസരിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ഇംപെർഫെക്റ്റ് ആണ്. എന്നാൽ ദൈവത്തിന് നമ്മളെ രൂപാന്തരപ്പെടുത്താൻ കഴിയും, നമ്മുടെ ഹൃദയത്തെ മാറ്റാൻ കഴിയും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആക്റ്റീവ് ഒബീഡിയൻസ് ആൻഡ് പാസീവ് ഒബീഡിയൻസ്, അതായത് അങ്ങനെ ഒരു പ്രയോഗം പറയുന്നതിനേക്കാൾ ആക്റ്റീവ് സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് പാസീവ് സാങ്ക്ടിഫിക്കേഷൻ, നമ്മൾ മനഃപൂർവ്വമായി ചെയ്യുന്ന വിശുദ്ധീകരണത്തിൻ്റെ അനുസരണവും ക്രിസ്തു നമ്മിലൂടെ ചെയ്യുന്ന വിശുദ്ധീകരണത്തിൻ്റെ അനുസരണവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് അതിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മൾ കള്ളം പറയാനുള്ള ശക്തമായ പ്രചോദനം ഉണ്ടാകുക എന്ന് വിചാരിച്ചു. കള്ളം പറഞ്ഞാൽ എനിക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്, എനിക്ക് കുറച്ച് പണം സമ്പാദിക്കാൻ പറ്റും, കുറേ പണം ലാഭിക്കാൻ പറ്റും, എനിക്ക് പണത്തോട് സ്നേഹമുണ്ട്, പണം സമ്പാദിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്, എനിക്കിഷ്ടവുമാണ്. പക്ഷേ എനിക്ക് നിയമത്തെ പേടിയാണ്. നിയമത്തെ പേടിയായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ കള്ളം പറയുന്നില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ അതൊരു സ്വയനീതിയായിട്ട് പ്രവേശിക്കുന്നു. എനിക്ക് വേണമെങ്കിൽ കള്ളം പറഞ്ഞ് അത് നേടാമായിരുന്നു, പക്ഷേ ഞാൻ കർത്താവിനെ ഓർത്ത് അത് ചെയ്തില്ല. ഇതിനെയാണ് നമ്മൾ അനുസരണത്തിൻ്റെ ആദ്യ പാഠം. നമ്മളങ്ങനെ കഷ്ടപ്പെട്ട് നമുക്കതൊക്കെ ഇഷ്ടമുണ്ടായിട്ടും അത് വേണ്ടാന്ന് വെച്ച് സഫർ ചെയ്ത് നമ്മൾ അനുസരിക്കുകയാണ്. ഇതാണ് ആക്റ്റീവ് പാർട്ട്. എന്നാൽ നമ്മൾ കുറച്ചുകൂടെ വിശ്വാസത്തിലേക്ക് വളർന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ വിശ്വാസത്തിൽ വളരുമ്പോൾ നമുക്ക് ഈ കള്ളം പറയാനുള്ളൊരു സാഹചര്യമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനോട് ആസക്തിയില്ല, ആ ലാഭത്തോട് നമുക്ക് ആസക്തിയില്ല. അതിൻ്റെ കാരണം നമ്മിൽ വസിക്കുന്നത് പഴയ ജഡമല്ല, ക്രിസ്തുവാണ്. ക്രിസ്തു ഉള്ളിൽ വസിക്കുമ്പോൾ ആ കള്ളം പറഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റിനോട് എനിക്ക് ആസക്തിയില്ല. അപ്പോൾ കള്ളം പറയാനുള്ള പ്രഷർ എൻ്റെ മേൽ നിന്ന് നീക്കപ്പെടുകയാണ്. കാരണം എൻ്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നത് കൊണ്ട് ഞാൻ സത്യത്തിലേക്കാണ് നടത്തപ്പെടുന്നത്. സത്യമാണ് എന്നെ വിശദീകരിക്കുന്നത്. എന്നെ ഈ കള്ളം പറഞ്ഞാലുണ്ടാകുന്ന ലാഭം എന്നെ ഒട്ടും ആകർഷിക്കുന്നില്ല. ആ ലാഭം എന്നെ ഒട്ടും ആകർഷിക്കുന്നില്ല എങ്കിൽ കള്ളം പറയാനുള്ള പ്രഷർ എൻ്റെ മേലില്ല. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ചില ആളുകൾ കള്ളം പറയുന്ന ലാഭത്തിന് വേണ്ടിയല്ല, ഭയം കൊണ്ടാണ്. ഭയം കൊണ്ടാണ് കള്ളം പറയുന്നതെന്ന് വിചാരിച്ചു ഒരു നിമിഷം. എനിക്ക് മരണത്തെ പേടിയില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കള്ളം പറയേണ്ട ഒരു ടെംപ്ടേഷൻ ഇല്ല. കാരണം ഐ എം റെഡി ടു ഡൈ. അപ്പോൾ പിന്നെ കള്ളം പറയുന്നതിന് പ്രലോഭനമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തു നമ്മിൽ വസിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് പാപത്തിൻ്റെ പ്രലോഭനം വരികയില്ലെന്നല്ല, നിയമത്താലല്ല അതിനെ ജയിക്കുന്നത്, നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിനാലാണ്, ക്രിസ്തുവിൻ്റെ ജീവനാലാണ്. ഇതാണ് ഹയർ ലെവൽ ഓഫ് ഒബീഡിയൻസ് എന്ന് പറയുന്നത്. ഹയർ ലെവൽ ഓഫ് ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തികളാൽ വരുന്നതല്ല, ആത്മാവിനാൽ വരുന്നതാണ്. അപ്പോൾ ആത്മാവിനാൽ വരുന്ന ആ ഒബീഡിയൻസ് ആണ് ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. യേശു ക്രിസ്തുവിൻ മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ നമ്മളിൽ ഉരുവാക്കുവാനുള്ള ദൈവത്തിൻ്റെ കഴിവിനെക്കുറിച്ചാണ് ഈ വാക്യം 21 വാക്യം പറയുന്നത്. നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. ഇതിന് ശേഷം വരുന്ന യാക്കോബിൻ്റെ ലേഖനം തുടർന്നുള്ള കാര്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ സാങ്ക്ടിഫിക്കേഷൻ, അതായത് സാങ്ക്ടിഫിക്കേഷൻ്റെ ഭാഗമായി വരുന്ന പഠിപ്പിക്കലുകളാണ്. ക്രിസ്തു നമ്മിൽ വിശ്വാസത്താൽ വസിച്ചാൽ എന്ത് ഫലം കൊടുക്കും? അതാണ് യാക്കോബ് പറയുന്നത്. ജെനുവിൻ ഫെയ്ത്ത് എന്ത് വർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് യാക്കോബും പറയുന്നത്. ഓക്കെ, 22 വാക്യം പറയുന്നത്, സഹോദരന്മാരെ ഈ പ്രബോധന വാക്യം പുറത്തുകൊള്ളുവിൻ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു, ചുരുക്കമായിട്ടല്ലോ ഞാൻ എഴുതിയിരിക്കുന്നത്. സഹോദരന്മാരെ ഈ പ്രബോധന വാക്യം പുറത്തുകൊള്ളുവിൻ, 22 വാക്യം, എന്ന് ഞാൻ അപേക്ഷിക്കുന്നു, ചുരുക്കമായിട്ടല്ലോ ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ വിശാലമായൊരു പ്രബോധനങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടില്ല. കാരണം പരിജ്ഞാനത്തിൻ്റെ വചനത്തിൽ നിന്ന് നിങ്ങൾ അനുസരണത്തിലേക്ക് പോകും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കണം അത്. അതുകൊണ്ട് ഈ പ്രബോധന വാക്യം നിങ്ങൾ സഹിക്കുക. കാരണം നിങ്ങൾ അതുപോലും പറയേണ്ട കാര്യമില്ല, എങ്കിൽ പോലും നിങ്ങൾ ഈ പ്രബോധന വാക്യങ്ങൾ സഹിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ചുരുക്കമായിട്ടാണ് ഞാനിത് എഴുതിയിരിക്കുന്നത്. ഇനി പൗലോസ് എന്നുള്ളതിൻ്റെ അടുത്ത ഒരു എവിഡൻസിലേക്ക് നമുക്ക് പോകാം. 23 വാക്യത്തിൽ പറയുന്നു, സഹോദരനായ തിമോത്തിയോസ് തടവിൽ നിന്ന് ഇറങ്ങിയെന്ന് അറിവിൻ, അവൻ വന്നാൽ വേഗത്തിൽ വന്നാൽ ഞാൻ അവനുമായി നിങ്ങളെ വന്ന് കാണും. അപ്പോൾ ശരിക്കും ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, പ്രായമായി പൗലോസ്, അനാരോഗ്യത്താൽ ക്ഷീണിതനായ പൗലോസ് ആയിരിക്കാം ഒരുപക്ഷെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഈ പെർസിക്യൂഷൻ കാരണവും കഷ്ടതകൾ കാരണവും യാത്രകളുടെ ബാഹുല്യ നിമിത്തം വരാൻ സാധിക്കുന്നില്ല. എന്നാൽ തിമോത്തിയോസും കൂടെ വന്നു കഴിയുമ്പോൾ ഒന്നിച്ച് വരാം എന്ന് പൗലോസ് ശ്രമിക്കും. നമുക്കറിയാം തിമോത്തിയോസും പൗലോസും എത്ര ക്ലോസ് ആയിരുന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് ഇത് പൗലോസും തിമോത്തിയോസുമായിട്ടുള്ള ആ ലേഖനത്തിൻ്റെ കണക്ഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. 22 വാക്യത്തെക്കുറിച്ച് ഒരു കാര്യമാണ് നമുക്ക് പ്രധാനമായിട്ട് ചിന്തിക്കാനുള്ളത്, പ്രബോധന വാക്യങ്ങളെക്കുറിച്ചാണ്. വേദപുസ്തകത്തിൽ ശക്തമായ പ്രബോധന വാക്യങ്ങളുണ്ട്. എന്നാൽ എബ്രായ ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് പ്രബോധന വാക്യങ്ങളല്ല, പത്യോപദേശങ്ങളാണ്. പത്യോപദേശത്തിന് ശേഷം വളരെ ചുരുക്കമായിട്ടാണ് 13 അധ്യായത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് പ്രബോധന വാക്യം പറഞ്ഞിട്ടുള്ളത്. അത് പൗലോസ് എടുത്തു പറയുന്നുണ്ട്. ഞാൻ വളരെ ചുരുക്കമായിട്ടാണ് പ്രബോധന വാക്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ പ്രബോധന വാക്യങ്ങൾ നിങ്ങൾ പുറത്തുകൊള്ളണം. കാരണം അത്രയും പോലും നിങ്ങൾ ഉപദേശിക്കേണ്ട കാര്യമില്ല, അത് നിങ്ങൾ സഫർ ചെയ്യണം, ക്ഷമിക്കണം, ഇത്രയും പറയേണ്ടി വന്നതിൽ നിന്നാണ്. കാരണം ദ മേജർ ഇംപെറ്റസ് ഓർ മേജർ ത്രസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ പത്യോപദേശമാണ് ശരിക്കും ഒരു വേദപുസ്തകത്തിൽ നമ്മൾ പഠിപ്പിക്കേണ്ട എസെൻഷ്യൽസ് എന്ന് പറയുന്നത്. ആ എസെൻഷ്യൽസ് ഇല്ലാതെ ഒരിക്കലും നമുക്ക് പ്രബോധനത്തിലേക്ക് കടക്കാൻ സാധിക്കില്ല. എന്നാൽ ശക്തമായ പ്രബോധനങ്ങളും സഭയിൽ ആവശ്യമാണ്. സഭയിൽ പ്രബോധിപ്പിക്കുന്നവരുണ്ടാകണം. അത് കറക്ഷന് വേണ്ടി ടീച്ചേഴ്സ് ഉണ്ടാകണം, പ്രബോധകരും ഉണ്ടാകണം. ടീച്ചേഴ്സ് പത്യോപദേശം പഠിപ്പിക്കുമ്പോൾ പ്രബോധകർ പ്രബോധനങ്ങൾ നൽകണം. ആ പ്രബോധനങ്ങൾ ആവശ്യമാണ്, പക്ഷേ അത് സൂക്ഷ്മതയോടെ നിർവഹിക്കപ്പെടേണ്ട കാര്യമാണ്. ഓക്കെ, അടുത്ത വാക്യത്തിൽ പറയുന്നത്, നിങ്ങളെ നടത്തുന്നവർക്ക് എല്ലാവർക്കും സകല വിശുദ്ധന്മാർക്കും വന്ദനം ചൊല്ലുവിൻ, ഇറ്റലിയക്കാർ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. അപ്പോൾ തിമോത്തിയോസും വളരെ മനോഹരമായൊരു പിക്ചറോടുകൂടിയാണ് എബ്രായ ലേഖനം അവസാനിക്കുന്നത്. നിങ്ങളെല്ലാ വിശുദ്ധന്മാർക്കും വന്ദനം ചെയ്യുവിൻ, നടത്തുന്ന എല്ലാവർക്കും സകല വിശുദ്ധന്മാർക്കും വന്ദനം ചെയ്യുവിൻ
ഇറ്റാലിയക്കാർ എന്ന് പറഞ്ഞാൽ ഇറ്റലിക്കാർ നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു ക്ലോസിംഗ് സല്യൂട്ടേഷൻ. പൗലോസ് സാധാരണ ഇതിൽ ഇങ്ങനെ തന്നെയാണല്ലോ എല്ലാ ലേഖനങ്ങൾ അവസാനിപ്പിക്കുന്നത്. ലേഖനങ്ങൾ അവസാനിപ്പിക്കുമ്പോഴുള്ള ഒരു ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ വന്ദനം നമ്മൾ പരസ്പരം സഹോദരങ്ങൾ നിർവഹിക്കുന്ന ഒരു വന്ദനമാണ്. 25-ാം വാക്യം, അവസാനത്തെ വാക്യം ഇതാണ്: കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ, ആമേൻ. കൃപ എന്ന വാക്ക് ഇതേ അധ്യായത്തിൽ തന്നെ നമ്മൾ ഇതിനു മുൻപ് കണ്ടിരുന്നു. അതിനർത്ഥം ഭോജന നിയമങ്ങളാലല്ല, കൃപയ്ക്കത്ര നിങ്ങൾ അധീനരായിരിക്കുന്നത് എന്ന ഒരു വാക്യമാണ് നമ്മൾ അവിടെ കണ്ടത്. ഈ കൃപ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ലാസ്റ്റ് വാക്യത്തിൽ കൃപയിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്? കൃപ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ദൈവത്തിൻ്റെ കൃപ എന്ന വാക്ക് നമ്മൾ ഇത്തിരി വിശദമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ്. അതോടുകൂടിയാണ് നമ്മൾ ഈ അധ്യായത്തെ കൺക്ലൂഡ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ കൃപ നമ്മളോട് ഇരിക്കുമാറാകട്ടെ. നമ്മുടെ വിശ്വാസവും വിശുദ്ധീകരണവും നീതീകരണവും എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. ഈ കൃപ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കൃപ എന്ന വാക്കിന് സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്ന അർത്ഥം അർഹതയില്ലാത്തിടത്ത് ലഭിക്കുന്ന ദാനം എന്നാണ്. അർഹതയില്ലാത്തിടത്ത് ലഭിക്കുന്ന ദാനം, അതായത് എനിക്ക് അർഹതയില്ല, സ്വർഗ്ഗത്തിൽ പോകാൻ അർഹതയില്ല, ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ അർഹതയില്ല, നീതീകരിക്കപ്പെടാൻ അർഹതയില്ല, കർത്താവിൻ്റെ വിശുദ്ധി പ്രാപിക്കാൻ അർഹതയില്ല, എനിക്ക് യാതൊന്നിനും അർഹതയില്ല. ഞാനൊരു ശത്രുവും പാപിയുമാണ്. അപ്പോൾ ഈ ശത്രുവും പാപിയുമായിരുന്നു എന്നെ തിരഞ്ഞെടുക്കാനും ക്രിസ്തുവിൻ്റെ രക്തം തന്നെ വീണ്ടെടുക്കാനും അവൻ്റെ നീതി എനിക്ക് തന്നെ എന്നെ നീതീകരിക്കാനും അവൻ എന്നിൽ വസിച്ചുകൊണ്ട് എന്നെ വിശുദ്ധീകരിക്കാനും അവൻ്റെ മഹത്വം എന്നെ അണിയിക്കുവാനും എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. എൻ്റെ അധ്വാനത്താലും എനിക്കതൊരിക്കലും കഴിയുമായിരുന്നില്ല. ബിക്കോസ് വി ആർ ഇൻഹെറിറ്റിംഗ് ക്രൈസ്റ്റ്. നമുക്ക് ക്രിസ്തുവിനെ തന്നെയാണ് ലഭിക്കുന്നത്, അതൊരിക്കലും നമ്മുടെ പ്രവൃത്തികളാൽ ലഭിക്കുന്ന അല്ലായിരുന്നു. അതുകൊണ്ട് ഇത് മുഴുവൻ കൃപയാണ്. ഇതാണ് അൺമെറിറ്റഡ് ഫേവർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്രയും വലിയ ഓട്ടം ഓടി തീർക്കാൻ ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. നമ്മൾ നോക്കുന്ന നോട്ടം ക്രിസ്തുവിലായിരിക്കാൻ ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. നമ്മളിൽ വിശ്വാസം ഉണ്ടാകാനും വളരാനും വിശ്വാസം എഴുതിയവനായ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിൻ്റെ കൃപ ആവശ്യമാണ്. അപ്പോൾ കൃപയുടെ പ്രധാനപ്പെട്ട തിയോളജിക്കൽ മീനിങ് എന്ന് പറയുന്നതാണ്, അത് അർഹതയില്ലാത്തടത്ത് ലഭിക്കുന്ന ദാനമാണ്. ഈ രക്ഷ മുഴുവൻ നമ്മുടെ അർഹതയിൽ വന്നതല്ല, വിശുദ്ധീകരണം നമ്മുടെ അർഹതയിൽ വന്നതല്ല, നമുക്ക് യാതൊരുവിധ യോഗ്യതകളും ഇന്നുമില്ല, എല്ലാം ക്രിസ്തുവിൻ്റെ യോഗ്യതകളാണ്. ആ മധ്യസ്ഥനായ കർത്താവ് നിത്യനിയമത്താൽ നമ്മെ രക്ഷിച്ച, നിത്യനിയമത്തിൻ്റെ രക്തത്താൽ നമ്മളെ രക്ഷിച്ച യേശു ക്രിസ്തു എന്ന നല്ല ഇടയൻ്റെ ആ മഹാപൗരോഹിത്യ ശുശ്രൂഷയുടെ ആധാരമാക്കി, ആ ശുശ്രൂഷ ആധാരമാക്കി മാത്രമാണ് നമ്മൾ സ്വസ്ഥമായി ഇന്ന് പിതാവുമായി സമാധാനം ആചരിക്കുന്നത്. ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവം നമുക്ക് ദാനമായി തന്നതാണ്. അവിടെ പറയുന്നത് കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ, ആമേൻ. അപ്പോൾ ഈ സല്യൂട്ടേഷനും സാധാരണഗതിയിൽ നിങ്ങളോടൊപ്പം കൃപയും സമാധാനവും നിങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് പറയുന്ന സല്യൂട്ടേഷനും രണ്ടർത്ഥത്തിലും പ്രയോഗിക്കാവുന്നതാണ്. പൗലോസ് സാധാരണ ഉപയോഗിക്കുന്ന ഒരു സല്യൂട്ടേഷനാണിത്. ഇവിടെ വന്ദനം ചൊല്ലുന്നതും കൃപ പറഞ്ഞുകൊണ്ടാണ്. എന്താണ് കൃപയുടെ പ്രധാനപ്പെട്ട വേറൊരർത്ഥം? ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഗ്രേസ് എന്ന വാക്കിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ മലയാളത്തിൽ കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കും അർഹിക്കാത്ത ദാനം എന്നുള്ളത് മാത്രമല്ല, അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഷാപരമായ അർത്ഥമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ എന്തൊരു കൃപയാണെന്നറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എന്തൊരു അർഹിക്കാത്ത ദാനമാണെന്ന് അറിയാമോന്നല്ല. അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാൻ, സംസാരം കേൾക്കാൻ എന്തൊരു കൃപയാണ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ അർത്ഥമാക്കുന്നത്? അദ്ദേഹത്തിൻ്റെ സംസാരത്തിനകത്ത് എന്തോ ഒരു അർഹിക്കാത്ത ദാനമാണെന്നാണോ? അല്ല. കൃപ എന്ന വാക്കിന് ഇവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥം, യഥാർത്ഥ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മനോഹരമായതെന്നുള്ളതാണ്, നമുക്ക് ആകർഷകമായത്. ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, ഇത് ഭംഗിയൊന്നും ഇല്ലെങ്കിലും നല്ലൊരു കൃപയുണ്ട്, നല്ല വാക്കുകളൊന്നുമല്ല ഉപയോഗിക്കുന്നത്. ചില ആൾക്കാർ സ്റ്റേജിൽ നിന്ന് ചില ശുശ്രൂഷകർ പാട്ട് പാടാറുണ്ട്. അവർ വലിയ പാട്ടുകാരൊന്നുമല്ല, അവർ ഹൃദയത്തിൽ തട്ടിയിട്ടാണ് പാടുന്നത്. അതിനകത്തൊരു കൃപയുണ്ട്. ബ്യൂട്ടി, ലോകപരമായ ബ്യൂട്ടി കുറവായിരിക്കും, പക്ഷേ കൃപ വർദ്ധിച്ചു വരും. ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഒരു പക്ഷേ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ലോകത്തിൽ നമ്മൾ നോക്കിയാൽ അട്രാക്റ്റീവായിട്ടുള്ള ഒന്നുമില്ലെങ്കിലും ക്രിസ്തു നമുക്ക് നൽകുന്ന ഒരു അലൗകികമായ സൗന്ദര്യത്തെയാണ് ഇവിടെ കൃപ എന്ന വാക്കുകൊണ്ട് വേദപുസ്തകത്തിൽ ഉദ്ദേശിക്കുന്നത്. ആ കൃപയാണ് ക്രിസ്തുവിൽ നിറഞ്ഞിരുന്നത്. അവനിൽ കൃപയും സത്യവും നിറഞ്ഞിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് അർഹിക്കാത്ത ദാനങ്ങളല്ല നിറഞ്ഞിരുന്നത്, ഈ മനോഹരത്വമാണ്. അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നവർ ആ കൃപ പ്രാപിച്ചുകൊണ്ടേയിരിക്കും. കൂടുതൽ നമ്മൾ ഞാനല്ല ക്രിസ്തു അത്രേ എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ പോകുന്തോറും, നമ്മൾ കൂടുതൽ യേശു ക്രിസ്തുവിനെ പോലെ ആകുന്തോറും നമ്മളിൽ അവൻ്റെ തേജസ് നമ്മളിൽ കാണാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അപ്പോൾ ഈ തേജസ്സിൻ്റെ ഒരു പ്രതിഫലനമാണ് കൃപ എന്ന് പറയുന്നത്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ നോക്കി വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കി, സ്വന്തം പ്രവൃത്തികളല്ല, ജഡത്തിൻ്റെ അധ്വാനമല്ല, ജഡത്തിൻ്റെ നീതിയല്ല, യേശുവിനെ നോക്കി, അവൻ്റെ നീതിയെ നോക്കി, അവൻ്റെ വിശുദ്ധിയെ നോക്കി നമ്മൾ മുൻപോട്ട് പോകുന്തോറും നമുക്ക് അവൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്ക് വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും. ആ കൃപയാണ് തേജസ്സായി അന്ത്യകാലത്ത് നമ്മൾ കർത്താവ് വരുമ്പോൾ രൂപാന്തരപ്പെടുന്നത്. അവൻ്റെ തേജസ്സിനെ ഇന്ന് നമ്മൾ കൃപയായി കാണുന്നു, കൃപയായി അനുഭവിക്കുന്നു. എന്നാൽ ഈ കൃപ പിന്നീടൊരിക്കൽ നമ്മൾ തേജസ്കരിക്കപ്പെടുമ്പോൾ അത് തേജസ്സായി മാറുന്നു. അതുകൊണ്ടാണ് ഗ്രേസ് എന്ന് പറയുന്ന വാക്ക് എപ്പോഴും തേജസ് എന്നുള്ള വാക്ക് പ്രത്യാശയുമായും കൃപയുമായും കണക്ട് ചെയ്തിട്ടാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ മനോഹരത്വം നമ്മൾ ഉളവാക്കാൻ വേണ്ടി നമ്മൾ ഓരോ ദിവസവും യേശുവിനെ നോക്കി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ലോകം കാണുമ്പോൾ നമ്മൾ ക്ഷയിച്ചു പോവുകയായിരിക്കാം. ഒരുപക്ഷെ നമുക്കൊന്നും നേടാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ യേശുവിൻ്റെ പ്രകൃതം, ആ നേച്ചർ,
അവൻ്റെ സ്വഭാവം, അവൻ്റെ മഹത്വം നമ്മളിലൂടെ വെളിപ്പെട്ട് വരും. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മൾ ഓരോ ചിരിയിലൂടെ, നമ്മുടെ ഓരോ ഇടപെടലുകളിലൂടെ, നമ്മളൊരു വഴിയിലൂടെ കടക്കാരനോട് സംസാരിച്ചാൽ അവർക്ക് വരെ കർത്താവിൻ്റെ കൃപ എന്താണെന്ന് മനസ്സിലാകുന്ന അളവിലേക്ക് നമ്മളിലൂടെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അപ്പോസ്തലന്മാർ സഭകളോട് സംസാരിക്കുമ്പോൾ അവരോട് എപ്പോഴും പറഞ്ഞതാണ്, നിങ്ങളിൽ കൃപ വർദ്ധിച്ചു വരട്ടെ, നിങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണത്തക്ക രീതിയിൽ, ജീവജല നദികൾ നിങ്ങൾ പുറപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ ആത്മാവിൻ്റെ സാങ്ക്ടിഫിക്കേഷൻ നിങ്ങൾ നടക്കട്ടെ എന്നാണ് ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം. ഈ ആശംസയാണ് നമ്മൾ പരസ്പരം ആശംസിക്കുന്നത്. നിങ്ങൾ നടക്കുന്ന വഴിയിലും പെരുമാറുന്ന വഴിയിലും വീട്ടിലുമെല്ലാം വാ തുറക്കുമ്പോൾ, നോക്കുമ്പോൾ, ചിരിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ പ്രാകൃത സ്വഭാവമല്ല, യേശുവിൻ്റെ സ്വഭാവം, ആ തേജസ്സുള്ള സ്വഭാവം, മഹത്വം, ശിഷ്യന്മാർ കണ്ട അതേ മഹത്വമുള്ള സ്വഭാവം നമ്മളിന്ന് വെളിപ്പെട്ട് വരുവാൻ വിശ്വാസത്താൽ, വിശുദ്ധീകരണത്താൽ കർത്താവിൻ്റെ ജീവൻ നമ്മളിലൂടെ ഒഴുകുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം നിങ്ങളെല്ലാവരും നടത്തുമാറാകട്ടെ. എബ്രായ ലേഖനത്തിൻ്റെ പഠനം നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധീകരണത്തിന് കാരണമായി തീരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളെ നടത്തുന്ന അത്ഭുതകരമായ വഴി കർത്താവ്, ലോകത്തിലൊരു നിയമത്തിന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയാത്ത വണ്ണം ഞങ്ങൾ അബലരും അപ്രാപ്തരുമായിരിക്കുമ്പോൾ, അനർഹരുമായിരിക്കുമ്പോൾ കർത്താവ് അങ്ങ് ഞങ്ങളോട് തോന്നിയ കരുണ നിമിത്തം ഞങ്ങളിൽ വന്ന് വസിക്കുവാൻ അങ്ങേക്ക് തോന്നിയതിനാൽ കർത്താവ്, അങ്ങയുടെ സ്വഭാവത്തെ ഞങ്ങൾക്ക് തരുവാൻ, ഞങ്ങളെ അങ്ങയുടെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുവാൻ അങ്ങേക്ക് ഞങ്ങളുടെ സ്നേഹം തോന്നിയതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ആ സ്നേഹത്തിനായിട്ട് കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ വീണ്ടും നോക്കുന്നു. ആ കൃപ നിങ്ങൾ നിറഞ്ഞു വരുവാൻ കർത്താവ് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.